അപ്പോൾ ഡർബനിലെ കടൽ തീരങ്ങൾക്ക് വിട പറഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ഡ്രാഗൺസ്ബർഗ് എന്ന് പറഞ്ഞ മൗണ്ടൻ റേഞ്ചിലേക്കാട്ടോ. ഇത് സൗത്ത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ച് ആട്ടോ. അപ്പോൾ ഡ്രാഗൺസ്ബർഗ് എന്ന് പറഞ്ഞാൽ ഡ്രാഗൺസ് മൗണ്ടൻസ് എന്നാട്ടോ. അപ്പോൾ ഇവിടെ ഡ്രാഗൺസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സീ ലോഡ്ജ് ഡർബനിൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മളിന്ന് ഇറങ്ങാട്ടോ. ഇന്ന് നമ്മൾ ഡ്രാഗൺസ്ബർഗ് എന്ന സ്ഥലത്തേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾക്കൊരു നല്ലൊരു സൺറൈസ് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഈ സൺറൈസ് ഒക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഈ കടലിലെ തിരമാലകളും ഒക്കെ കണ്ട് രാവിലെ എണീറ്റ് വെക്കാൻ തന്നെ രസമാണ്. ഇന്നും നല്ല വേവ്സ് ഉണ്ട്, അതുകൊണ്ട് കുറേ പേര് അവിടെ സർഫിങ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായിട്ടോ. നമുക്കൊരു 6:30 തന്നെ ഇറങ്ങണമെന്ന് വൈശേട്ടൻ പറഞ്ഞായിരുന്നു. ഒരു 350 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. നമ്മൾ ഡർബനിലെ കടൽ തീരങ്ങളിൽ നിന്ന് നേരെ പോകുന്ന മൗണ്ടൻ റേഞ്ചസിലേക്കാട്ടോ. നമ്മൾ ജോനാസ്ബർഗിൽ നിന്ന് ഡർബനിലേക്ക് വന്ന വഴിക്ക് ഒരു പെട്രോൾ സ്റ്റേഷൻ നിർത്തിയില്ലേ, അവിടെ വെച്ച് നമ്മൾ ഡ്രാഗൺസ്ബർഗ് മൗണ്ടൻസ് കണ്ടിരുന്നു കേട്ടോ. ഇത് പേടിക്കാനൊന്നുമില്ല, ഒരു കൺട്രോൾഡ് ഫയർ ആണ്. അവിടുത്തെ ചെടികളൊക്കെ നല്ലപോലെ വളരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആഫ്രിക്കയിൽ ടൂർ വരുന്ന എല്ലാവരും പോകുന്ന 2 സ്ഥലം കേട്ടോ, ക്രൂഗറും കേപ്പ് ടൗണും. അത് മാത്രമല്ല ഇവിടെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഡ്രാഗൺസ്ബർഗ് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തൊരു സ്ഥലം കേട്ടോ. ഡ്രാഗൺസ്ബർഗിൽ നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 8:30 നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. നമ്മൾ അടുത്തൊരു പെട്രോൾ സ്റ്റേഷനിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റീഫ്രഷ് ഒക്കെ ആയി നമ്മുടെ ജേർണി പിന്നെയും കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഡ്രാഗൺസ്ബർഗ് അപ്പം കുറച്ച് റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ എണ്ണവും വണ്ടീൻ്റെ എണ്ണവും കുറവാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നത് കൂടുതലും ഫാമുകൾ കേട്ടോ. പശുക്കളെയൊക്കെ അവിടെ ഫ്രീ ആയിട്ട് മേയാൻ വിട്ടേക്കുന്നത് കണ്ടു. അവരെ നോക്കാനൊന്നും ആരുമില്ല കേട്ടോ, എല്ലാവരും ഫ്രീ ആയിട്ട് നടക്കുക. അപ്പോൾ അത് ഈ ദൂരെ കാണുന്ന മൗണ്ടൻ റേഞ്ചസ് ആട്ടോ ഡ്രാഗൺസ്ബർഗ്. നമ്മളതിനെ ചുറ്റിയാട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. പുറത്തേക്ക് നോക്കിയാൽ കണ്ടത്തെ ദൂരത്തേക്ക് നീണ്ടു നിവർന്ന് നടക്കുന്ന ഭൂമിയാട്ടോ. ഇതാ ഫാമുകളിൽ കണ്ട ഒരു മെഷീനാട്ടോ. ഇത് ചെടികൾക്ക് വെള്ളം ഒഴിക്കാനും മരുന്നടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. അതുപോലെ തന്നെ ചിലയിടത്തൊക്കെ ട്രാക്ടർ വെച്ച് നിലങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഡ്രാഗൺസ്ബർഗ് അടുക്കാറാകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണക്കാർ താമസിക്കുന്ന ഇതുപോലത്തെ കുറച്ച് വീടുകളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. നമ്മുടെ വണ്ടിക്ക് സൺറൂഫ് ഉള്ളതുകൊണ്ട് അതിലൂടെ പുറത്തേക്കുള്ള വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയതാട്ടോ. കാറ്റ് കാരണം നമുക്ക് ഫോൺ പിടിക്കാൻ പറ്റും. ഡ്രാഗൺസ്ബർഗിൽ കാണാൻ എന്തുണ്ടെന്ന് വെച്ചാൽ ആംബി തിയേറ്റർ റോക്ക് വാൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ നിർബന്ധമായ ഒരു റോക്ക് ഫോർമേഷനാണ്. 5 കിലോമീറ്റർ നീളം, 1200 മീറ്റർ പൊക്കമാട്ടോ ഉള്ളത്. തണുപ്പുള്ള സമയത്ത് മഞ്ഞൊക്കെ പിടിക്കുന്ന മൗണ്ടൻസ് ആട്ടോ ഡ്രാഗൺസ്ബർഗ്. പിന്നെ കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഈ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പോകാൻ വേണ്ടി കുറേ ട്രെയിൽസ് കൂടി ഉണ്ട് കേട്ടോ. ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഗരാജിൽ നിന്ന് മേടിച്ചൊരു സാധനം കേട്ടോ, പവറേഡ് ഇലക്ട്രോലൈറ്റ് വെള്ളം കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ഏരിയ ആയതുകൊണ്ടും നല്ല കാറ്റുള്ളതുകൊണ്ടും നമ്മുടെ വണ്ടി ബോക്സി ഷേപ്പാണല്ലോ, അതുകൊണ്ട് നല്ലപോലെ കാറ്റ് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വഴിക്ക് വരുന്ന വഴിക്ക്. അവിടുത്തെ കാറ്റിൻ്റെ ശക്തി മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോയുടെ ഓഡിയോ കേട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇത് എൻ്റെ ഷർട്ടും മുടിയൊക്കെ പോകുന്നുണ്ടോ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും കേട്ടോ. അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഡ്രാഗൺസ്ബർഗിലെ സ്കൈ അത്യാവശ്യം നല്ല ക്ലിയർ ആട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് ഈ സ്റ്റാഴ്സിനെയൊക്കെ നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ലപോലെ സ്റ്റാർ ഗേസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേർക്ക് ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞ ഡാം ആട്ടോ. സൗത്ത് ആഫ്രിക്കയിലെ തന്നെ 3rd ലാർജസ്റ്റ് ഡാമാണ്. കാറ്റെന്ന് പറഞ്ഞാൽ അപാരം കാറ്റാട്ടോ, നമുക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശരിക്കും ഉന്തി പുറകോട്ട് കളയുന്ന പോലെ ആട്ടോ അവിടുത്തെ കാറ്റ്. ഇതവിടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇരുന്ന 3 അണ്ണന്മാരാട്ടോ. അവന്മാരവിടെ കിടക്കുകയായിരുന്നു, നമ്മൾ വന്നപ്പോഴത്തേക്ക് എണീറ്റിരുന്നു. മൊത്തത്തിൽ ഒരു വശപ്പശവ് തോന്നിയുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് കയറി അവന്മാർക്ക് 20 റാൻഡും കൊടുത്ത് നമ്മൾ സ്ഥലം വിട്ടു കേട്ടോ. കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ടും ഭയങ്കര കാറ്റായതുകൊണ്ടും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ലൊക്കേഷനൊക്കെ വെച്ചിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യമൊക്കെ കണക്കാന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ തന്നെ നമ്മുടെ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോകാം കേട്ടോ. അവിടെ പോയിട്ട് ഫുഡിൻ്റെ കാര്യവും ഹോട്ടലിൻ്റെ സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഇനി ഹോട്ടലിലേക്ക് തന്നെ അങ്ങ് പോകാം കേട്ടോ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും അവിടെ ഉള്ളു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിൻ്റെ പേര് മൗണ്ട് ഓക്സ് സോഴ്സസ് എന്നാട്ടോ. എൻട്രൻസിലുള്ള സെക്യൂരിറ്റിയോട് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമുക്ക് റിസപ്ഷൻ കാണിച്ചു തന്നു കേട്ടോ. നമ്മൾ കുറച്ച് എയർലി ചെക്കിൻ ആയതുകൊണ്ട് റൂമൊക്കെ ഓക്കെ ആണെന്ന് അവർ വെരിഫൈ ചെയ്യായിരുന്നു കേട്ടോ. അവരൊരു അരമണിക്കൂറിൽ നമ്മളെ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിലേക്കൂടെ നടന്ന പ്രോപ്പർട്ടിയൊക്കെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ. പിന്നെ അതിനകത്ത് അവരുടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, വേണമെങ്കിൽ നമുക്കത് പോയി യൂസ് ചെയ്യാമെന്നും പറഞ്ഞു കേട്ടോ. നമ്മൾ വന്നത് ഓഫ് സീസൺ ആയതുകൊണ്ട് ഈ റിസോർട്ടിലും ഹോട്ടലിലും ഒന്നും ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. റെസ്റ്റോറൻറ്റൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ സമയം 11:45 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ആർക്കും അത്ര വിശപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ ചെറിയ സ്നാക്സൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ. ഈ നേരെ കാണുന്ന മലയുടെ ചോട്ടിൽ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഏതോ ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. ഓർഡർ ചെയ്ത ഫുഡ് വരാൻ കുറച്ച് താമസമുള്ളതുകൊണ്ട് ഞാനും മിന്നും കൂടെ അവിടെ പുറത്ത് നിന്ന് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ നല്ലപോലെ ആസ്വദിച്ചു കേട്ടോ. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഡോറാട്ടോ, ഗ്ലാസ് ഡോറാണ്. അവിടെ കയറി കഴിഞ്ഞാൽ കുറ്റി ഇടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കാറ്റടിച്ച് ഈ ജനലെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ സ്നാക്സും അപ്പറ്റൈസറൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഫുട്ബോളിൻ്റെയും ബാസ്കറ്റ് ബോളിൻ്റെയൊക്കെ കോർട്ടുണ്ട് കേട്ടോ, ടെന്നീസിൻ്റെയൊക്കെ കോർട്ടുണ്ട്. നല്ല വലിയ പ്രോപ്പർട്ടി കേട്ടോ. അതുപോലെ തന്നെ നല്ല വ്യൂ ആണ് ഇവിടെ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ നമുക്ക് നോക്കണം പോയിട്ട്.
ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണം കാരണം ഈ പൂൾ സൈഡിൽ കുറച്ച് നേരം കിടന്നു കേട്ടോ. ഭയങ്കര കാറ്റാണ്. നമ്മൾ ക്രൂഗറിൽ താമസിച്ച ഹട്ടില്ലേ അതുപോലെ തന്നെ ഇരിക്കുന്നല്ലേ. 1 മണിയൊക്കെ ആറായപ്പോഴത്തേക്ക് വൈശാൻ്റെ കോൾ വന്നു കേട്ടോ. റൂമൊക്കെ റെഡിയാണ്, നമുക്ക് വേണേൽ ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോയി കീ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി റിസപ്ഷൻ വരെ പോകും കേട്ടോ. അപ്പോൾ ഈ റിസപ്ഷൻ്റെ അവിടെ നിന്ന് തന്നെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന റൂമാട്ടോ നമുക്ക് അലോട്ട് ചെയ്ത്. നമ്മൾ 6 ബെഡുള്ള ഒരു ഡോർമെറ്ററി പോലത്തെ റൂമാട്ടോ എടുത്തത്. 4 ബെഡ് ഇവിടെയും 2 ബെഡ് പുറത്തും കേട്ടോ. ഇതൊരു ഷാക്ക് പോലത്തെ ബാറാട്ടോ, ഇപ്പോൾ ഓപ്പൺ അല്ല. നമ്മൾ ഈ പുറകെ കാണുന്ന റോക്കി മൗണ്ടൻസ് ആട്ടോ, നേരത്തെ പറഞ്ഞ റോക്ക് വാളുകൾ. റൂമിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേണ്ടി കുറച്ച് കുക്കീസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതവിടുത്തെ വൈഫൈൻ്റെ പാസ്വേഡും ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സൊക്കെ എഴുതിയേക്കുന്ന ഒരു വെൽക്കം ലെറ്ററാണ്. കുറച്ച് വെള്ളവും സ്നാക്സൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മുടെ റിസോർട്ടിനടുത്തുള്ളൊരു ചെറിയൊരു പ്രൊവിഷൻ സ്റ്റോറി വന്നു കേട്ടോ. ഈ പ്രൊവിഷൻ സ്റ്റോർ ശരിക്കും പറഞ്ഞാൽ വേറൊരു റിസോർട്ടിൻ്റെ അകത്തിരിക്കുന്ന കേട്ടോ. പോരുന്ന വഴിക്ക് നല്ലൊരു ഫ്രെയിം കണ്ടപ്പോൾ അവിടെ നിർത്തി 2-3 ഫോട്ടോ എടുത്തു. നമ്മൾ 100-300 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നത് കാരണം ഈ കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കങ്ങ് ക്ഷീണമായിട്ടോ. അപ്പോൾ നമുക്കിന്ന് വേറെ കറക്കമൊന്നുമില്ല കേട്ടോ. ഇന്ന് റിസോർട്ടിൽ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് ഓർത്തു. നമ്മുടെ ഹോട്ടലിലെ ഹാങ്ങറിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് അവിടെ സ്റ്റാഗ്നൻ്റ് ആണ്, അത് ഊരിപ്പോയിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. സംഭവം ഹാങ്കർ അടിച്ചുകൊണ്ട് പോയിരിക്കാൻ വേണ്ടിയാണ്. ഈ റിസോർട്ടിലെ റൂമുകളെല്ലാം ഫേസ് ചെയ്യുന്നത് ആ മൗണ്ടൻസിലേക്കാട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ റൂമിൻ്റെ കട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ഇതാട്ടോ. ഡ്രാഗൺസ്ബർഗ് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാറുകളുടെയോ ആൾക്കാരുടെയോ ഒന്നും ഒച്ചയില്ല കേട്ടോ. ചെറിയൊരു തണുപ്പും ഈ കാറ്റിൻ്റെ ഒച്ചയും പിന്നെ ഈ കിളികളുടെ കുറേ ശബ്ദം മാത്രമേ ഉള്ളൂ ഇവിടെ. നമ്മൾ പുറത്ത് പോയി വന്നിട്ട് നമ്മുടെ കാറ് ആ റിസപ്ഷനോടെ പാർക്ക് ചെയ്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് മാസ് എൻട്രി ആക്കാമെന്ന് ഓർത്താ, പക്ഷേ ഇട്ടത് ബോക്സറായി പോയി കേട്ടോ. നമുക്കേ ഇവിടുത്തെ പൂളിലൊന്ന് പോയി നോക്കാം അല്ലേ. വെയിലൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിന് വലിയ തണുപ്പ് കാണത്തില്ല എന്ന് ഓർത്ത് കാവടി തുള്ളിയാട്ടോ പോയത്. വെള്ളം നല്ല ഐസ് പോലെയായിട്ടാണ് കിടക്കുന്നത്. ചിലപ്പോൾ ആദ്യം ഇറങ്ങിയതിൻ്റെ ആയിരിക്കും, ഒന്നുകൂടെ ഇറങ്ങി നോക്കാമെന്ന് ഓർത്ത് കേട്ടോ. പോളി കുളിക്കാനുള്ള കൊതി ഇതോടെ അങ്ങ് തീർന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ആ വെയിലത്തൊക്കെ കിടന്ന് എങ്ങനെയും ഒന്ന് ബോഡിയുടെ ടെമ്പറേച്ചർ ഒന്ന് തിരിച്ചു പിടിക്കാൻ നോക്കുമായിരുന്നു. ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാമെന്ന് ഓർത്ത് ഇറങ്ങി കേട്ടോ. നല്ല ലൈറ്റും ഭയങ്കര ഭംഗിയായിട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആണ്. നമ്മളങ്ങനെ നടന്ന് ആ മലയുടെ അവിടെ എത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര കാറ്റാണ്, അതാണ് മെയിനായിട്ടൊരു പ്രശ്നം. ഇവിടെ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ കോട്ടേജസും ഡോർമെറ്ററി ആട്ടോ ഉള്ളത്. ഇത് ഗേറ്റഡ് ആയിട്ടുള്ള ഒരു റിസോർട്ടാട്ടോ, അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാ റിസോർട്ടിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള റൂംസിന്റെ ഏരിയ ആട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ആ മൗണ്ടൻസിന്റെ വ്യൂ കുറച്ചുകൂടെ അടുത്ത് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ല കാറ്റും തണുപ്പും ആയതുകൊണ്ട് വേറെ ആരും നമ്മളോട് വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനും മിന്നും കൂടെ ആ കോമ്പൗണ്ടിലൊക്കെ കൂടെ കുറേ നേരം നടന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. തണുപ്പും കാറ്റും കൂടിക്കൂടി വരുന്നതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. നമ്മുടെ ട്രിപ്പ് തീരാൻ ഇനിയും 2-3 ദിവസം കൂടെ ഉണ്ട്. എങ്ങനെയായാലും അസുഖമൊന്നുമില്ലാതെ വീട്ടിലെത്തണം കേട്ടോ എൻ്റെ ആഗ്രഹം. നമ്മൾ വന്ന സമയം മഞ്ഞൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഇലകളെല്ലാം രണ്ടാമത് കിളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട കേട്ടോ. എന്തോ ഒരു പൂക്കളൊക്കെ വെച്ചൊരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ബോഗൻവില്ല പോലത്തെ എന്തോ ചെടിയാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൊരു ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല കേട്ടോ, വെറുതെ ഒരു ഫോറസ്റ്റ്, ഒരു മരവും നമ്മുടെ ബോഗൻവില്ല പോലത്തെ ഒരു ചെടിയും, അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ജസ്റ്റ് കയറി ഒരു സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. പോവാം. അപ്പോൾ നമ്മുടെ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മൾ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തു. നമ്മുടെ റൂമിൽ നിന്ന് റെസ്റ്റോറൻറ്റ് വരെ 500 മീറ്ററേ ഉള്ളൂ കേട്ടോ. കാറ്റും തണുപ്പും കാരണം നമ്മൾ 500 മീറ്റർ വരാൻ വേണ്ടി കാറും എടുത്തായിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. നമ്മൾ ഉച്ചയ്ക്ക് വന്ന റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവിടെ ഇരിക്കുന്ന ഒരു രസകരമായ ഒരു ലാമ്പ് കണ്ടത് കേട്ടോ. ഇത് ഈ ഹോട്ടലിൻ്റെ അകത്ത് വലിയ തണുപ്പില്ല കേട്ടോ, അവർ ഹീറ്റർ റൺ ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു. നമ്മൾ കൂടാതെ 3-4 ടേബിളിൽ ആൾക്കാരിരിക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ അത്രയും പേര് ഇവിടെ താമസിക്കുന്നു. നമ്മളൊരു ഹെവി ഡിന്നർ ആട്ടോ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ ഓർത്തും അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന്. ഞാൻ ഇരിക്കുന്ന വിൻഡോൻ്റെ പുറകെ കൂടെ നോക്കിയാൽ കുറച്ച് ലൈറ്റുകളൊക്കെ കാണാം. അത് ആ മലയുടെ ചോട്ടിലുള്ള കുറേ വീടുകളാട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു, 3/4 മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു. വിശന്നിട്ട് കണ്ണ് കാണാൻ മേലാതെ ഈ പൂ എടുത്ത് തിന്നാലോ എന്ന് വരെ ആലോചിച്ചു. നമ്മുടെ കുടൽ കരിയുന്ന മണം അവിടുത്തെ വെയിട്രസിന് അടിച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് ബ്രെഡൊക്കെ നമുക്ക് കൊണ്ട് കഴിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡൊക്കെ കിട്ടി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് എങ്ങനെയല്ലോ ഓടി റൂമിനകത്ത് കയറി ഹീറ്റർ ഇട്ട് കിടന്ന് ഉറങ്ങാൻ മതിയെന്നായിരുന്നു കേട്ടോ. അത്രയും തണുപ്പും കാറ്റുമായിരുന്നു അവിടെ.
അപ്പോൾ ഡ്രാഗൺസ്ബർഗിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. നാളെ രാവിലെ എണീറ്റ് നമ്മൾ ക്ലാരൻസിലേക്ക് പോകുന്ന വഴിക്ക് ഡ്രാഗൺസ്ബർഗിലെ ഒരു നാഷണൽ പാർക്കൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.